ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കൂർക്ക ക്ലീൻ ചെയ്യണ വീഡിയോ ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. സാധാരണ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കൂർക്ക ക്ലീൻ ചെയ്യുന്നത്, അതിൻ്റെ തൊലിയൊക്കെ കളയുന്നത്. സാധാരണ എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ടാണ് കൂർക്ക നന്നാക്കാനായിട്ട്. അതുകൊണ്ട് ആരും അങ്ങനെ കൂർക്ക നന്നാക്കില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് കൂർക്ക നന്നാക്കാം കേട്ടോ. കൂർക്ക നന്നാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ പലരുടെയും വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് കൂർക്ക ക്ലീൻ ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ ആണ്. കയ്യിലൊട്ടും കറ പറ്റാതെ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാ തൊലി നല്ലപോലെ കളഞ്ഞ് നമുക്ക് കൂർക്ക നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കൂർക്ക നന്നാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അതിനുവേണ്ടി കൂർക്ക കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടതാണ്. അതിൻ്റെ നാരൊക്കെ ആദ്യം കളഞ്ഞു കേട്ടോ. അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് അതിൻ്റെ നല്ലപോലെ കഴുകിയപ്പോൾ തന്നെ കുറേ അതിൻ്റെ തൊലിയൊക്കെ പോയി, നല്ല വൃത്തിയായി, മണ്ണൊക്കെ പോയി. അതിൽ തന്നെ നല്ലപോലെ മണ്ണൊക്കെ കളഞ്ഞു, അതിൻ്റെ നാരൊക്കെ കളഞ്ഞ്. അതിന് ശേഷം നമുക്ക് ഓട്ടയുള്ള ഒരു പാത്രം ഉണ്ടല്ലോ, ഒരു സ്റ്റീലിൻ്റെ ഒരു ഓട്ടയുള്ള പാത്രത്തിൽ വീണ്ടും ഇട്ട് ഒരു പൈപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഉരച്ച് കഴുകിട്ടോ. അതിനുശേഷം ഞാൻ ജാലി ഉണ്ടല്ലോ, നെറ്റ്, നമ്മൾ സാധാരണ വെളുത്തുള്ളി, സബോള, ചെറിയ ഉള്ളി ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് നെറ്റ് കിട്ടാറുണ്ടല്ലേ, സാധാരണ ചെറിയ ചെറിയ നെറ്റ് കിട്ടുമല്ലോ. ആ നെറ്റിൽ ഞാനതെല്ലാം കുട്ടി കെട്ടി കേട്ടോ. ആ നെറ്റിലാക്കി കുറേ വൃത്തിയാക്കിയതിന് ശേഷമാണ് അത് പുറത്ത് കൊണ്ടുപോയി നമുക്ക് കഴുകണം കേട്ടോ. പുറത്ത് പൈപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ആ പൈപ്പിലൊക്കെ കിച്ചണിലായാൽ നമുക്ക് അത് സിങ്കൊക്കെ അടഞ്ഞു പോവില്ല. അതുകൊണ്ട് പുറത്ത് ഞാൻ അമ്മിക്കല്ലിന്മ വെച്ചിട്ടാണ് കേട്ടോ വൃത്തിയാക്കുന്നത്. അമ്മിക്കല്ലുമ്മ പൈപ്പുണ്ട്, ആ പൈപ്പ് ഇട്ടിട്ടാണ് ഞാൻ കഴുകി വൃത്തിയാക്കുന്നത്. നിങ്ങൾക്ക് പുറത്ത് തുണി അലക്കുന്ന കല്ലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലിലോ പൈപ്പുള്ള സ്ഥലത്ത് നമുക്ക് വെള്ളം വീണുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് അങ്ങനെ കൂർക്ക നന്നാക്കിയെടുക്കാം. ആ നെറ്റിൽ ഞാൻ ഈ കൂർക്ക നല്ലമാതിരി ഇട്ടിട്ട് ഞാൻ ഈ അമ്മിയമ്മ വെച്ചിട്ടാണ് ഇങ്ങനെ കുടഞ്ഞ് ഉരച്ച്. അപ്പോൾ നമുക്ക് അതിൻ്റെ അഴുക്കൊക്കെ അതിൻ്റെ തൊലിയൊക്കെ ആ ജാലിയിൽ കൂടെ അങ്ങനെ പുറത്ത് പോവുകയും ചെയ്യും. അപ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും കൂർക്ക. നല്ല പോലെ ഞാനിങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് കൂർക്ക ക്ലീൻ ചെയ്യുന്നത്. നല്ല വൃത്തിയായിട്ട് കൂർക്ക കിട്ടിയതാണ്. നല്ല പോലെ ഉരച്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. പൈപ്പ് ഇങ്ങനെ തുറന്നിട്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളം തൊലിയും ചളിയും ഒക്കെ കയ്യോടെ കൂടി പോയിക്കോളും. പുറത്തുള്ള പൈപ്പിൽ വേണം ചെയ്യാനായിട്ട്. നല്ല പോലെ വൃത്തിയായി വരുന്നുണ്ട് കണ്ടോ. അതിൻ്റെ തൊലിയൊക്കെ പോയി, മണ്ണൊക്കെ നല്ല പോലെ പോയി, നല്ല പോലെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കയ്യുമൊന്നും കറിയാവില്ല, പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആവുകയും ചെയ്യും. നമുക്ക് തുണിയൊക്കെ കഴുകില്ലേ, തുണി കഴുകുന്ന മാതിരി നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് നമുക്ക് കണ്ടോ നല്ല പോലെ വൃത്തിയായി. വീണ്ടും പൈപ്പ് തുറന്ന് നല്ല പോലെ ക്ലീനായി കിട്ടി. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഞാൻ കൂർക്ക ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. വീണ്ടും നല്ല പോലെ ഇങ്ങനെ പൈപ്പ് തുറന്നിട്ടിട്ട് പിന്നെ ചെറിയ ചെറിയ കൂർക്കയാണ് കേട്ടോ എനിക്കിഷ്ടം. ഞാൻ ചെറിയ ചെറിയ കൂർക്കയാണ് ഇഷ്ടം. ചെറിയ കൂർക്കയാണ് സ്വാദ്. വലിയ കൂർക്കയെക്കാളും സ്വാദ് ചെറിയ കൂർക്കയ്ക്കാണ്. ഞാൻ ഇങ്ങനെയാണ് കൂർക്ക ക്ലീൻ ചെയ്യുന്നത്. ഞാൻ കൂർക്ക ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്ത് വൃത്തിയായേ കൂർക്ക, നല്ല ഭംഗിയായി, നല്ല വൃത്തിയായിട്ട് കിട്ടി. ഒട്ടും തൊലിയില്ല, ഒട്ടും മണ്ണോ ചെള്ളിയോ ഒന്നുമില്ല. നല്ല വൃത്തിയായി. അപ്പോൾ എൻ്റെ കൂർക്ക ക്ലീൻ ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ 2 പാത്രത്തിലായിട്ടാണ്, 2 നെറ്റിൽ കെട്ടിയിട്ടാണ് ഞാനിങ്ങനെ കൂർക്ക ക്ലീൻ ചെയ്തത്. നല്ല വൃത്തിയായത് കണ്ടോ. 2 നെറ്റിൽ ഞാനിങ്ങനെ കൂർക്ക കെട്ടി 2 ഭാഗമായിട്ടാണ് ഞാനത് വൃത്തിയാക്കിയത്. അപ്പോൾ എൻ്റെ കൂർക്ക ക്ലീൻ ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ഇങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കൂ. ഇതാണ് നല്ല വഴി. നല്ല ഐഡിയ ഇങ്ങനെയാണ്. എല്ലാ കൂർക്കയും ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടു. ഇനി നമുക്ക് വലുതൊക്കെ വേണമെങ്കിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ അത് ചെറുതൊക്കെ അങ്ങനെ തന്നെ ഇടാം. നമുക്കിത് കൊണ്ട് കറി ഉണ്ടാക്കാം കേട്ടോ. ഇതാണ് എൻ്റെ ഐഡിയ, ഞാൻ കൂർക്ക നന്നാക്കുന്ന ഐഡിയ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.